മക്കളെ എല്ലാവരും 10ാം ക്ലാസ് നല്ല രീതിയിൽ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര പഠിച്ചവർക്കും എത്ര പഠിക്കാത്തവർക്കും ഈസി ആയിട്ട് തന്നെ എക്സാമിന് A+ അല്ലെങ്കിൽ A ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു 2 ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് ഈ രീതിയിൽ എഴുതിയാൽ ഷുവറാണ് നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ A കിട്ടിയിരിക്കും. ഞാൻ ഈ പറയുന്ന പോലെ എഴുതാൻ പറ്റിയാൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോ. ഇപ്പം നമ്മൾ 2 സ്റ്റുഡൻറ്റിനെ ഞാൻ എടുക്കുവാണ്. സ്റ്റുഡൻറ്റ് എയും ഉണ്ട്, സ്റ്റുഡൻറ്റ് ബിയും ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്, സെക്ഷൻ സി ഉണ്ട്, സെക്ഷൻ ഡി ഉണ്ട്, സെക്ഷൻ ഇ ഉണ്ട് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ 2 പേർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3, 5, 7. ഇതിനകത്തിലെ ക്വസ്റ്റ്യൻസ് ഇപ്പം അറിയാവുന്നത് ഇപ്പം പോയിട്ട് ഒരു 21, 23, 25. ഇതിനകത്തിൽ ഇപ്പം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് 26, 28, 30. ഇതിനകത്തിൽ നന്നായിട്ട് അറിയാവുന്നത് 32, 33. ഇതിനകത്തിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് 35 വന്നിരിക്കട്ടെ. ഇത്രയും ചോദ്യം 100% ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. ഇനി ബാക്കിയുള്ള മോഡറേറ്റിൽ അറിയാവുന്ന ചോദ്യങ്ങളാകാം 1, 2, പിന്നെ 6, പിന്നെ ഒരു 8ഉം 10ഉം. പിന്നെ ഇതിനകത്ത് ചിലപ്പം 24, 20, അതേപോലെ തന്നെ 22 ചിലപ്പോൾ മോഡറേറ്റ് ആയിട്ട് അറിയാം. ഇതിനകത്ത് അതേപോലെ തന്നെ 29, അതേപോലെ തന്നെ 31 ഇതൊക്കെ മോഡറേറ്റ് ആയിട്ട് അറിയാം. 34 മോഡറേറ്റ് ആയിട്ട് അറിയാം. 36 മോഡറേറ്റ് ആയിട്ട് അറിയാം. 37 മോഡറേറ്റ് ആയിട്ട് അറിയാമെന്നിരിക്കട്ടെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറിയത്തില്ലെന്ന് തന്നെ വിചാരിച്ചോ. എന്നാൽ പോലും നമുക്ക് A+ മേടിക്കാൻ പറ്റും. സാർ ഐഡിയ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. അപ്പോൾ ഇതിനകത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് എഴുതുന്നത്, ആ സ്റ്റുഡൻ്റ് അടിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഓർഡറിൽ എഴുതടാ, നിനക്ക് ടീച്ചറിന് എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതടാ, ടീച്ചർ മാർക്ക് തരും. ഒരിക്കലും ഒരു ടീച്ചർ മാർക്ക് തരാൻ പോകുന്നില്ല കേട്ടോ. അത് വെറും ബ്ലണ്ടറാണത്. കാരണം ഇവിടെ ഈ സ്റ്റുഡൻറ്റ് ഓർഡറിൽ എഴുതുവാണ്. ടീച്ചറിനെ എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഓർഡറിൽ എഴുതുക. ആഹാ, എന്തെളുപ്പം, ടീച്ചറിന് ഈസി ആയിട്ട് വെട്ടി ദൂരെ കളയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് അറിയത്തില്ല ആ സ്റ്റുഡൻറ്റ്, ആദ്യമേ വെട്ടി. രണ്ടാമത്തത് അറിയത്തില്ല, പിന്നെയും വെട്ടി. അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്താ പറ്റുന്നത്? തുടക്കത്തിൽ തന്നെ ഈ കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ ആ സ്റ്റുഡൻറ്റിനെ കണ്ടിട്ട് പോലും ഇല്ലേ. അപ്പം തുടക്കത്തിൽ തന്നെ ആ ടീച്ചറിൻ്റെ മനസ്സിൽ വരുന്നത് എന്തുവാ? ഇതൊരു പഠിക്കാത്ത പയ്യൻ്റെ പേപ്പറാണ് എന്നേ മനസ്സിൽ വരത്തുള്ളൂ. ആ ടീച്ചറിനെ ഈ സ്റ്റുഡൻറ്റ് തന്നെ തെറ്റിടാൻ പ്രേരിപ്പിക്കുക. ഇനി മൂന്നാമത്തേത് കറക്റ്റ് ആയാൽ പോലും പിന്നെയും തെറ്റാം. അപ്പം ഈ ടീച്ചറിനെ ഈ സ്റ്റുഡൻറ്റ് തെറ്റിടാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ ഇടുന്നത് മൊത്തവും തെറ്റാവും. അപ്പോൾ എന്ത് പറ്റും? ടീച്ചറിനെ തെറ്റിടാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ ടീച്ചറിനെ തെറ്റിടാൻ പഠിപ്പിച്ചു. തെറ്റ് ചെയ്യുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് ശരി ചെയ്യുന്നത്? പിന്നെ ശരി ഇടാനായിട്ട് വഴങ്ങുമോ? തെറ്റിട്ടോണ്ടിരിക്കുമോ? തെറ്റിടുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് ശരിയിടുന്നത്? ശരിയിലോട്ട് പോവില്ല. അപ്പോൾ ഇവിടെ മാർക്ക് വീഴാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഈ സ്റ്റുഡൻറ്റ് ഓർഡറിൽ എഴുതുന്നത് കൊണ്ട് ആദ്യത്തെ ചോദ്യം ആ സ്റ്റുഡൻറ്റ് അറിയത്തില്ല, പിന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ അറിയാത്തത് എഴുതി ആ ബ്രെയിനെ അത്രയും ഡിഫിക്കൽട്ട് ആക്കി പിന്നെ ചിന്തിച്ചെടുക്കാനായിട്ട് പാടാം. അവിടെ ടെൻഷൻ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോകും. ഒരു ഓട്ട മത്സരത്തിൽ സ്റ്റാർട്ടിങ് പാളിപ്പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ മൊത്തത്തിൽ പ്രശ്നവും, ഇത് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവും. പരീക്ഷയുടെ സമയം പോവും. അപ്പം പറയും എനിക്ക് 5 എണ്ണം അറിയാവുന്നത് എഴുതാൻ സമയം കിട്ടിയില്ലെന്നും പറയും. മറിച്ച് ഇപ്പുറത്തോട്ട് വരിക സെക്ഷൻ ബി, അതല്ലെങ്കിൽ സെക്ഷൻ ബി എന്നല്ല സ്റ്റുഡൻറ്റ് ബിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞ കൂട്ട എഴുതിയെന്ന് വെച്ചോ. ആദ്യത്തേത് 3 എഴുതി, 5 എഴുതി, 7 എഴുതി. സെക്ഷൻ എ എന്ന് കൊടുത്തിട്ടേ എഴുതാവും. അടുത്തത് സെക്ഷൻ ബി എന്ന് കൊടുത്തു. സെക്ഷൻ ബി എന്ന് കൊടുത്തിട്ട് അടുത്തത് സെക്ഷൻ ബി എന്ന് കൊടുത്തിട്ട് ആ സ്റ്റുഡൻറ്റ് എഴുതിയത് 21, 23, 25. പിന്നെ സെക്ഷൻ സി എന്ന് കൊടുത്തിട്ട് ആ സ്റ്റുഡൻറ്റ് എഴുതിയത് 26, 28, 30. ഇങ്ങനെയാണ് ആ സ്റ്റുഡൻറ്റ് എഴുതി പോകുന്നതെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ആ ടീച്ചർ ആദ്യമേ തൊട്ട് തന്നെ ടിക്കിടാനാണ് ചെയ്യുന്നത്. എടാ, ശരി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത്? ആ ആൾക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. മനസ്സിലായോ നന്നായിട്ട്? അപ്പം ഇവിടെ ആ ആൾ ശരി തന്നെയായിട്ടോണ്ടിരിക്കും. നമ്മൾ ആ ടീച്ചറിനെ കൊണ്ട് ശരിയിടാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ആ ടീച്ചർ പിന്നെ ഒരിക്കലും തെറ്റിടത്തില്ല. തെറ്റിടാനായിട്ട് ആ ടീച്ചറിന്റെ മനസ്സ് അനുവദിക്കത്തില്ല. അപ്പൊ എവിടെയെങ്കിലും ആ തെറ്റ് വന്നാൽ പോലും ആ ടീച്ചർ അവിടെ നോക്കി മാർക്ക് തരാനേ ശ്രമിക്കും. ഇവിടെ നമ്മൾ ശരി എഴുതിയാൽ പോലും ആ ടീച്ചർ അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അടുത്ത ചോദ്യം എഴുതുന്നത് ഇപ്പം നമ്മൾ സെക്ഷൻ എ എന്നിട്ടിട്ട് ഇനി ബാക്കിയുള്ളത് എഴുതുവാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ സെക്ഷൻ എയിൽ ഒറ്റ ടിക്കല്ലേ ഉള്ളൂ, അത് വിട്. ഇനി സെക്ഷൻ ബി എന്നിട്ടിട്ട് നമ്മളിപ്പം മോഡറേറ്റ് ആയിട്ട് അറിയാവുന്ന 24ാമത്തെ എഴുതിയാൽ പോലും ആ ടീച്ചർ അതിനകത്തിലെ ശരി കണ്ടെത്തി മാർക്ക് ഇട്ട് തരാൻ ശ്രമിക്കും. അപ്പം ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ അറിയാവുന്നതെല്ലാം എഴുതിയത് കൊണ്ട് ഇനി സമയം പോയാലും പ്രശ്നമില്ല. നമുക്ക് അറിയാവുന്ന മൊത്തം ആ പേപ്പറിലുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഗിൽറ്റ് ഫീൽ, റിഗ്രറ്റ് വരത്തില്ല. കാരണം നമുക്ക് അറിയാവുന്ന മൊത്തം ആ പേപ്പറിൽ എഴുതിയോണ്ട് നമുക്കിവിടെ റിഗ്രറ്റ് വരില്ല. പിടികിട്ടോ? മറിച്ച് ഇപ്പുറത്താണെങ്കിൽ നമുക്ക് ആ റിഗ്രറ്റ് ഫീൽ വരും. ഇവിടെ നമുക്ക് ആ റിഗ്രറ്റ് വരില്ല. 100% ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായി കാണും. അപ്പം റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ പോയി, നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ ആ റിഗ്രറ്റ് കിടക്കും. ഇവിടെ നമുക്ക് അറിയാവുന്ന എല്ലാ പേപ്പറിലുള്ളതുകൊണ്ട് റിഗ്രറ്റ് വരത്തില്ല കേട്ടോ. മനസ്സിലായല്ലോ നന്നായിട്ട്? അതേപോലെ തന്നെ നമുക്ക് ആദ്യമേ നമ്മുടെ സ്റ്റാർട്ടിങ് പക്ക ആയതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആണ്. ടീച്ചറിന് നമ്മളെ പറ്റിയുള്ള ഇമാജിനേഷൻ ഹൈ ആണ്.
അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പേപ്പറിൽ ബാക്കി നമുക്ക് അറിയാത്തത് എഴുതിയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതി വെക്കാൻ ശ്രമിക്കും. അങ്ങനെ നമുക്ക് ആ പേപ്പർ മൊത്തം നിറച്ച് നമുക്ക് കംപ്ലീറ്റും എഴുതാൻ പറ്റും. നമുക്ക് ഹൈ മാർക്ക് കിട്ടും. എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഹൈ മാർക്കായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ രീതിയിലാണ് നിങ്ങൾ നാളത്തെ പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഹൈ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് A+ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. എല്ലാവർക്കും നാളത്തെ പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും കമൻ്റ് ഇടണം എങ്ങനെയുണ്ട് എക്സാം എന്ന് കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.